നമസ്കാരം, ന്യൂസ് 11:30 സ്വാഗതം. സംസ്ഥാനത്ത് +1 ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല +1 പ്രവേശനോത്സവം രാവിലെ 9 മണിക്ക് തൈക്കാട് ഗവൺമെന്റ് മോഡൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. ആകെ 2,42,533 കുട്ടികളാണ് +1ലേക്ക് പ്രവേശനം നേടിയിട്ടുള്ളത്. +1 പ്രവേശനത്തിന്റെ 3ാം അലോട്ട്മെന്റ് ഞായറാഴ്ച പ്രസിദ്ധീകരിച്ചിരുന്നു. ഇന്ന് വൈകിട്ട് 5 വരെ പ്രവേശനം നേടാം. പുന്നൂർ പഞ്ചായത്തിലെ 7ാം വാർഡ് അവിയൂർ എടക്കര വളയം തോടിലെ 60ഓളം വീടുകൾ വെള്ളക്കെട്ടിൽ. പ്രാഥമിക കാര്യങ്ങൾ നിറവേറ്റാൻ പോലും കഴിയാത്ത ദുരിതത്തിലായിരിക്കുകയാണ് പ്രദേശവാസികൾ. വെള്ളക്കെട്ടിനാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ. ഭക്ഷണം പാകം ചെയ്യാൻ പോലും സാധിക്കുന്നില്ല. 6ഓളം വീടുകളിൽ കിടപ്പു രോഗികളുമുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ പഞ്ചായത്ത് മുൻകൈയെടുത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിക്കാറുണ്ട്. എന്നാൽ ഈ വർഷം പഞ്ചായത്ത് ഭരണാധികാരികൾ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത് എന്നാണ് ഇവരുടെ ആരോപണം. പല വീടുകളിലും ഒരടിയോളം വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഇവർക്കായി 7ാം വാർഡിൽ സർക്കാർ തലത്തിലോ പഞ്ചായത്തിന്റെ പ്രത്യേക പരിഗണനയിലോ ക്യാമ്പുകൾ തുറക്കണമെന്ന ആവശ്യം ഉയർന്നെങ്കിലും ഒരു നടപടിയും അധികൃതർ സ്വീകരിച്ചില്ലെന്ന് പറയുന്നു. പമ്പ് ഹൗസ് വെള്ളത്തിലായതിനാൽ കുടിവെള്ളം പോലും ഈ ഭാഗങ്ങളിലുള്ളവർക്ക് കിട്ടാനില്ല. എത്രയും പെട്ടെന്ന് അധികൃതർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് സന്ദർശനം നടത്തിയ ഉമ്മർ മുക്കണ്ടത്ത്, RP ബഷീർ, ഷൺമുഖൻ മാങ്ങാടി, മുനാഷ് മച്ചിങ്ങൽ, PT റാഫി, VS ചന്ദ്രൻ എന്നിവർ ആവശ്യപ്പെട്ടു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിലെ ഈശോയുടെ തിരുഹൃദയ പ്രതിഷ്ഠാ തിരുനാളിന്റെ കൊടിയേറ്റ കർമ്മം വികാരി ഫാദർ ജോഷി ആളൂർ നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ G സക്കരപ്പറ്റേക്കൽ, ഫാദർ ഷോജോ മഞ്ഞാടിക്കൽ, ഡീക്കൻ ബിൻസ് മുട്ടത്തിൽ എന്നിവർ സഹകാർമ്മികരായി. കൈക്കാരന്മാരായ TS ജെയ്സൺ, TO ഷൈജു, MK ജോൺസൺ, MV ഷാൻഡോ, തിരുനാൾ ജനറൽ കൺവീനർ KC ഡേവിസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ജൂൺ 26, 27 തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. ഇന്നു മുതൽ നവനാൾ തിരുകർമ്മങ്ങൾക്ക് തുടക്കമായി. തിരുനാളിനോടനുബന്ധിച്ച് ഹിന്ദി, സുറിയാനി, മലങ്കര, ലത്തീൻ ക്രമങ്ങളിൽ വിശുദ്ധ കുർബാനകൾ നടക്കും. ജൂൺ 26 വ്യാഴാഴ്ച വൈകിട്ട് 6 നടക്കുന്ന രൂപം എഴുന്നള്ളിപ്പിന് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോന്നിക്കര കാർമ്മികത്വം വഹിക്കും. 27 വെള്ളിയാഴ്ച രാവിലെ 10 നടക്കുന്ന തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജോൺ പുത്തൂർ കാർമ്മികത്വം വഹിക്കും. ഫാദർ പോൾ മുട്ടത്ത് തിരുനാൾ സന്ദേശം നൽകും. അന്നേ ദിവസം രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ നേർച്ച ഊട്ടും ഉണ്ടാകും. കടങ്ങോട് മിൽ സെന്ററിന് സമീപം സ്കൂട്ടറിന് മുന്നിലേക്ക് നായ ചാടിയതിനെ തുടർന്ന് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. പാറപ്പുറം ആളൂർ വീട്ടിൽ മധുസൂദനാണ് പരിക്കേറ്റത്. ഇയാളെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചരമം പഴഞ്ഞി അയനൂർ കണ്ടിരുത്തി വീട്ടിൽ മോഹനൻ നിര്യാതനായി 57 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ഗിരിജ ഭാര്യയും അഖിൽ, അശ്വതി എന്നിവർ മക്കളുമാണ്. ഇതോടെ ന്യൂസ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.